നമസ്കാരം. ഹമാസിനെതിരായ യുദ്ധം ഇസ്രായേൽ അവസാനിപ്പിക്കില്ല. അതെ, ഗാസയിൽ ഹമാസിനെതിരായ യുദ്ധം ഉടൻ അവസാനിപ്പിക്കാനുള്ള പദ്ധതിയില്ലെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു കഴിഞ്ഞു. ഹമാസ് ഭീകരർക്കെതിരായ പോരാട്ടം 14 മാസം പിന്നിടുമ്പോൾ ജെറുസലേമിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് നെതന്യാഹു ഇക്കാര്യം വ്യക്തമാക്കിയത്. ഈ ഘട്ടത്തിൽ യുദ്ധം അവസാനിപ്പിച്ചാൽ ഹമാസ് ഭീകരർ വീണ്ടും തിരിച്ചടിക്കുമെന്നും അവരുടെ സംഘടനയെ ശക്തിപ്പെടുത്തി തിരികെ വരാനുള്ള അവസരമായിരിക്കും അതുവഴി ഉണ്ടാകുന്നതെന്നുമാണ് നെതന്യാഹു പറയുന്നത്. നെതന്യാഹുവിന്റെ വാക്കുകളിലേക്ക് വന്നാൽ, ഹമാസിനെതിരെ ഇസ്രായേൽ ബഹുദൂരം മുന്നോട്ട് പോയിരിക്കുകയാണ്. ഈ സമയം യുദ്ധം അവസാനിപ്പിച്ചാൽ ഹമാസ് വീണ്ടും മടങ്ങി വരും. അവർക്ക് സ്വയം ശക്തിപ്പെടുത്തി തിരികെ വരാനുള്ള അവസരമായിരിക്കും അതുവഴി ഉണ്ടാകുന്നത്. ഇസ്രായേലിനെ വീണ്ടും ആക്രമിക്കുക എന്നത് മാത്രമായിരിക്കും അവരുടെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു മടങ്ങിപ്പോക്ക് ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഭാവിയിലെ ആക്രമണങ്ങൾ തടയുക എന്നതുകൂടി ഈ പോരാട്ടത്തിന്റെ ലക്ഷ്യമാണ്. ഹമാസിന്റെ സൈനിക ഭരണ നേതൃത്വത്തെ പൂർണ്ണമായി ഇല്ലാതാക്കുക എന്നതുകൂടിയുണ്ട് ഇതിൽ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു മടങ്ങിപ്പോക്ക് ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ആ ലക്ഷ്യം നിലവിൽ പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടില്ലെന്നും നെതന്യാഹു വിശ്വസിക്കുന്നുണ്ട്. 2023 ഒക്ടോബർ 7 ഹമാസിന്റെ ആക്രമണത്തോടെയാണ് യുദ്ധത്തിന് തുടക്കമായത്. ഇത് 1208 പേരുടെ മരണത്തിന് കാരണമായി. ആക്രമണത്തിനിടെ 251 ബന്ദികളെ തട്ടിക്കൊണ്ടുപോയി. അവരിൽ 96 പേർ ഗാസയിൽ തുടരുകയാണ്. 34 പേർ മരിച്ചുവെന്നാണ് സൈന്യം പറയുന്നത്. ഗാസയിൽ ഇസ്രായേൽ നടത്തിയ പ്രത്യാക്രമണത്തിൽ കുറഞ്ഞത് 44,758 പേർ കൊല്ലപ്പെട്ടുവെന്നാണ് ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്ക്. യുദ്ധം തുടങ്ങിയിട്ട് 1 വർഷത്തിലേറെയായി. ഇതിനോടകം തന്നെ ഹമാസിന്റെയും ഹിസ്ബുള്ളയുടെയും നേതൃനിരയിലെ പ്രധാനികളെയെല്ലാം ഇസ്രായേൽ വധിച്ചിരുന്നു. എന്നാൽ ഇനിയും ആൾക്കാർ ബാക്കിയുണ്ടെന്നാണ് ഇസ്രായേൽ ഇപ്പോഴും ചിന്തിക്കുന്നത്. ഇസ്രായേൽ പിൻവാങ്ങിയാൽ ഹമാസ് തിരിച്ചു വരുമെന്ന് ഇസ്രായേൽ അടിയുറച്ച് വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് യുദ്ധം അവസാനിപ്പിക്കാൻ ഇസ്രായേൽ തയ്യാറാകാത്തത്. ഹമാസിനെ തകർക്കുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്നും സാധാരണക്കാരുടെ മരണങ്ങൾ കഴിയുന്നത്ര ഒഴിവാക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നും ഇസ്രായേൽ നേരത്തെ അറിയിച്ചിരുന്നു. ലോകാരോഗ്യ സംഘടനയുടെ കണക്കനുസരിച്ച് യുദ്ധത്തിനു മുമ്പ് ഗാസയിൽ 36 ആശുപത്രികൾ പ്രവർത്തിച്ചിരുന്നു. ഇതിൽ ഒക്ടോബറിലെ റിപ്പോർട്ടിൽ ഓഗസ്റ്റ് 30 വരെ 19 ആശുപത്രികളുടെ പ്രവർത്തനം നിർത്തിയതായും ബാക്കി 17 എണ്ണം ഭാഗികമായി പ്രവർത്തിക്കുന്നുണ്ട്. ആഗോള ആരോഗ്യ ഏജൻസിയുടെ കണക്കനുസരിച്ച് നിലവിൽ പൂർണ്ണമായി പ്രവർത്തിക്കുന്ന ആശുപത്രികളൊന്നുമില്ല. തങ്ങളുടെ മെഡിക്കൽ സ്റ്റാഫുകൾ തടങ്കിലാവുകയും ആക്രമണത്തിനാവുകയും ചെയ്തെന്നും സൗകര്യങ്ങൾ ഒഴിപ്പിക്കാൻ ഇതുകൊണ്ട് നിർബന്ധിതരാവുകയും ഇത് സാധാരണക്കാർക്ക് ജീവൻ രക്ഷിക്കുന്ന വൈദ്യസഹായം നഷ്ടപ്പെടുത്താൻ ഇടയാക്കിയെന്നുമാണ് എയ്ഡ് ഏജൻസികൾ പറയുന്നത്. ഭീകരപ്രവർത്തനം നടത്താനും പ്രോത്സാഹിപ്പിക്കാനും ഹമാസ് ആശുപത്രികളെ ഉപയോഗിക്കുന്നുണ്ടെന്ന് ഇസ്രായേൽ നേരത്തെ തന്നെ ആരോപിച്ചിരുന്നു. ഈ യുദ്ധം ഒരു അന്തവും കുന്തവും ഇല്ലാതെ നീണ്ടുപോവുകയാണ്. യുദ്ധം കൂടുതൽ വ്യാപിച്ചാൽ ഇസ്രായേലിനെ സഹായിക്കാൻ മറ്റ് ലോകരാജ്യങ്ങൾ എത്താൻ സാധ്യത കൂടുതലാണ്. അങ്ങനെ സംഭവിച്ചാൽ അത് മറ്റൊരു മഹായുദ്ധത്തിലേക്ക് നയിച്ചേക്കാം. ആ യുദ്ധം ലോകം മുഴുവൻ അതിന്റെ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരും. ഇനിയൊരു ലോകമഹായുദ്ധം താങ്ങാനുള്ള ശേഷി ഈ ഭൂമിക്കില്ല. എന്തായാലും ഇസ്രായേൽ തൽക്കാലം ഹമാസിനെതിരായുള്ള യുദ്ധം അവസാനിപ്പിക്കാൻ ആലോചിക്കുന്നില്ല. അത് കൃത്യമായി ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കി കഴിഞ്ഞു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ന്യൂസ് ഡെസ്ക്, ഈനാട് മലയാളം.